Hello everyone, this is Shweta My name is Indra and welcome to our. channel. So we are going to start the reactions of movie Thani Avtaram. Let's watch it. Let's watch it. Look at the house. Old, Clean, very old yeah. house. ആ കുട്ടിയുടെ എവിടെ അന്ത്യായ വന്ന് നാമം ജപിക്കുന്ന വല്ല വിചാരമുണ്ടോ നാരായണ Wow. പോണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ മോളിലേക്ക് അച്ഛമ്മയും മുത്തച്ഛ അറിഞ്ഞെങ്കിലേ കിട്ടൂട്ടാ നിനക്ക് എന്തിനാ അങ്ങോട്ട് പോണേ വാ ഞാൻ പറഞ്ഞതാ പോണ്ടാന്ന് Okay. വിലക്ക് വെച്ച് നാമം ചെല്ലണം എന്നും പറയണോ അമ്മേ അമ്മേ പഴയ അമ്മാമ്മയാ ചെല് മുത്തച്ഛി വിളിക്കുന്നു അമ്മാമ്മയുടെ സ്വരം ഇപ്പോഴും എന്ത് സുഖ ഓ കൈ കഴിച്ചു എത്ര നേരമായത് ഇന്നിപ്പോ ഇത്രയല്ലേ ഉള്ളൂ പണ്ടൊക്കെ 7 ദിവസമായിരുന്നു കളവെഴുത്തും പാട്ടും Okay. പായ വിരിച്ച അരിയും മഞ്ഞളും ഒക്കെ പൊടിച്ചു കൂട്ടുക അന്ന് ഇതല്ല നെല്ല ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല 10,000 പറ നെല്ല് പാട്ടം വരും ഇപ്പോ ഭഗവതി അനുഭവിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ ഭദ്രകാളിയോടല്ലേ കളിച്ചത് മല്ലഞ്ചിറകാവിലെ വിഗ്രഹ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതേ എന്തിനാ കിണറ്റിലെറിഞ്ഞത് പുങ്ക് അല്ലാണ്ടെന്താ കളിക്കാൻ കണ്ടോരേടെ എന്നിട്ട് എന്തായി നട്ടപ്രാന്ത് പിടിച്ച് ചത്തില്ലേ എത്ര തലമുറ കഴിഞ്ഞു എത്ര എണ്ണത്തിന് ഭ്രാന്ത് പിടിപ്പിച്ചു കൊന്നു എന്നിട്ട് മടങ്ങിയ കോപം എത്ര കുരുതി കഴിച്ചു വഴിപാടുകൾ കഴിച്ചു കൊല്ലം കളയെഴുതി മുടിയേറ്റ് നടത്തി എന്നിട്ടും പോയോ ശാപം ഇപ്പൊ ദേ മോളി കിടന്ന് നരയിക്കുന്നവരുണ്ട് എനിക്കും ഭ്രാന്ത് വരുമോ അമ്പേ ഭഗവതി ദേവി എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ നാരായണ 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 ആ താനായിരുന്നു കേറിയിരിക്കും മക്കള് വിളക്കൊക്കെ കെടുത്തി അകത്തേക്ക് പോയി രാമൻ കർത്താവ് വന്നു എന്ന് അച്ഛമ്മയോട് പറയും ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോഴും ഉണ്ടോ ചികിത്സ മോശ നാട്ടുവൈദ്യം ഒന്നും ആർക്കും ഒരു പറ്റില്ലാണ്ടായിരിക്കുക ഇപ്പൊ ഒക്കെ ഈ ഗുളികയും ടോണിക്കും അല്ലേ എന്നാലും തന്റെ നെല്ലിക്കാതാളത്തിന്റെ ഒക്കെ എത്തോ ഗുളിയും മരുന്നൊക്കെ ശ്രീധരൻ എങ്ങനെ ഇളകിയതാ തന്റെ 101 ആവർത്തിച്ച തളം വെച്ചപ്പോഴേ തണുത്തുള്ളൂ അല്ല ശ്രീധരനപ്പൊ എങ്ങനെയുണ്ട് എന്ത് മിണ്ടാട്ടേ ഇല്ല 2 ദിവസമായി ഒച്ചയും പാട്ട് അത് കഴിഞ്ഞാൽ ആർക്കാണാവോ ബാലഗോപാലിനും ഗോപിനാഥനും മാത്രല്ലേ ഉള്ളൂ ഈ തലമുറയിലെ ആൺകുട്ടികളായിട്ട് കാശില്ലാന്ന് വെച്ച് ചടങ്ങ് മുടക്കാൻ പറ്റുമോ? കാര്യങ്ങൾ നടക്കട്ടെ, വഴി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എത്തിയിട്ടുണ്ട്. താനൊന്നും പാതിരാക്കല്ലേ എത്തൂ. ഞാൻ കയറുന്നില്ല, രാവിലെ വരാം. ഉണ്ടിട്ട് പോടെ വെങ്ങാരാ ഇല്ല, ഇറങ്ങാം. ഇല്ല, വെളിച്ചമല്ലോ. ഛേ, എന്തിനാത്? ബാലഗോപാലാ ആ എനിക്കുള്ള പൊട്ടഞ്ഞൂക്കാത് വാങ്ങിയോ? ഇല്ല, മറന്നുപോയി. നീ മറക്കും. ഇങ്ങനെ ഒരാളുള്ള വിവരം നിനക്ക് ഓർമ്മയില്ല. കാല് കടച്ചിട്ട് വയ്യ. Wait. എവിടെ ആയിക്കോട്ടെ അവൻ ഉറങ്ങി. Now I can Marikuti. correct. വാ Momaka. എവിടെ അടുത്താണ് എവിടെയാ പെണ്ണ്? സുമിത്രേ വാ പതിന് Oh മുടക്കണ്ട. my god. രാമൻ look at കർത്താവ് it. അന്യൊന്നുമല്ല. വാങ്ങിക്കോടി. മാലയോഗമൊന്നും ആയില്ല. ആലോചനകൾ കുറെ വന്നു, ഒന്നും ആയില്ല.
ഇപ്പൊ ഒരെണ്ണം ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട്. പാരമ്പര്യം സൂക്കേടും ഒന്നും അവർക്ക് വിശ്വാസമില്ല എന്നാ പറഞ്ഞ്. പിന്നെ ഒക്കെ ഒരു യോഗ. എത്ര ശാപാന്നൊക്കെ പറഞ്ഞാലും മരത്തേമ്പിള്ളി തറവാട്ടിലൊരു പെണ്ണ് യോഗം ഇല്ലാണ്ട് നിന്ന് പോയിട്ടില്ല. ഒക്കെ ഇന്ന് അമ്മമ്മ സന്തോഷത്തിലാ. എന്നിട്ട് നോക്കി കഥ പറയാൻ തുടങ്ങിയപ്പം ചെറുക്കന്റെ ഉറക്കം പോയ പോക്ക്. എന്നിട്ട് പറയാ മാണിക്ക അരപ്പട്ടയെ നിലത്ത് കാണിച്ചതോടുകൂടി രാക്ഷസന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഉടനെ മന്ത്രികുമാരൻ വാളെടുത്ത് ഒരൊറ്റ വെട്ട താഴെ കിടക്കുന്ന രാക്ഷസന്റെ തല. ഇനി മണ്ടൂസെ കഥയിൽ ചോദ്യമില്ല. എന്നിട്ട് സുന്ദരിയായ രാജകുമാരിയും കല്യാണം കഴിച്ച് മന്ത്രികുമാരൻ സുഖമായിട്ട് ജീവിച്ചു. പിന്നെ അതിസുന്ദരി അമ്മയെ പോലെ. നമുക്കിപ്പോ രണ്ടുപേരും family ആരാ ഇതൊക്കെ പറഞ്ഞേ? നോണ മുത്തു നോണ. മുത്തശ്ശി പറയുന്ന ഒക്കെ നോണക്കഥകളാ. മോന ഗോപി വന്നു. നീ എന്നോ ചോറ് കൊടുക്കും. അമ്മയുണ്ടല്ലോ അവിടെ. അമ്മ ഒന്നും രണ്ടും പറഞ്ഞ് അവൻ ഉണ്ണാൻ ഇട്ടേച്ചു പോകും. നീ ചെല്ലേ. ഊണഴിക്കാവും. അല്ല കുളിക്ക. ഓ പാതിരാത്രി അവിടെ വരെ ചുറ്റണോ? നിനക്ക് ഇത്തിരി നേരത്തെ വന്നാൽ എന്താ? വന്നിട്ട് എന്ത് ചെയ്യാനാ? രക്ഷപ്പെട്ടാ മതി ഇവിടുന്ന്. എങ്ങനെ? എങ്ങനെങ്കിലും നരകത്തിലേക്കാണെങ്കിൽ ഇതിനും ഭേദം. എന്താ ചിരിക്കണത്? മടുത്തു വെട്ടത്തി. അന്ധവിശ്വാസവും പാരമ്പര്യവും ഭ്രാന്തും. പഴയ ആൾക്കാരല്ലേ എന്ന് വെച്ച് കൊല്ലാമല്ലോ എന്തിനാ നാട്ടാരെ കുട്ടി കോലം തുള്ളൽ? മരുത്തമ്പള്ളി തറവാട് ഭ്രാന്തന്മാരെയാണെന്ന് കൊട്ടിഘോഷിക്കാൻ. എട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണ് എവിടെ ഉണ്ടെന്നെങ്കിലും ഓർക്കണം. The house. So basically, the males in the house have get into problems. ഇല്ല. ഇനി ഇത് എപ്പോഴാ പോയി കാഫലം കുറഞ്ഞത് എങ്ങനെയെന്ന് വെട്ടണം. എത്തിപ്പൂ പോരാണ്ട് വരും. എന്നാ കൊണ്ടുവരണം. ഇവിടെ ഇരുന്നാ തനിയെ കൊലച്ചു വരുവോ? നമ്മുടെ ചെറുക്കലെ ശങ്കരനാരുടെ വീട്ടിലുണ്ട് എത്തി. ബാല എന്തോ 500 ഉറുപ്പിയുണ്ട്. ഇപ്പോ തികയുവോ? വല്യമ്മാമയ്ക്ക് പണത്തിനേ കുറവുള്ളൂ. മരത്തേമ്പള്ളി ചെറുവാടിനെ മിറ്റത്ത് നിന്ന് ഒരാളും കാശിന്റെ കണക്ക് പറയരുത്. Wow. Oh my god. Lovely. Oh my god. അകന്നോളൂ, അടുത്തേക്കൊന്നും പോണ്ട. സീത, ബഹളൊന്നും ഉണ്ടാക്കണ്ട. ഉണ്ടാക്കി അറിയാലോ നിനക്ക്. ചുട്ട പട കിട്ടും. എനിക്ക് നടക്കടോ. നടക്കാനല്ലേ പറഞ്ഞ്?
വരണില്ലേ എന്ന്. അവരോട് വരാൻ പറയാ. വെറുതെ ശാപം എത്തി തലേ വെക്കണോ? ചെല്ലേ. നീ വരണില്ലേ? ഇല്ല, എനിക്ക് വയ്യ ഈ ദുരന്തത്തിൽ പങ്കുചേരാൻ. ഇതിന്റെ ഭവിഷ്യത്തുകൾ ബാലേട്ടനെങ്കിലും മനസ്സിലാക്കാത്ത എന്താണെന്നാ എനിക്ക് അത്ഭുതം. എല്ലാം എനിക്കറിയാം ഗോപി. വല്യമ്മാമയും അമ്മയും എല്ലാരും നമുക്ക് നല്ലത് വരുമെന്ന് കരുതിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തിന്മയല്ല നന്മ വരുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അതും അറിയാം. പക്ഷേ അവരുടെ വിശ്വാസം അതിന് മാറ്റാൻ പറ്റില്ല. എല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശാപവും പാരമ്പര്യവും ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോ അവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് വഴിയും കൊടുത്തൂടെ? എനിക്ക് പറ്റില്ല. അതിന്റെ പേരിൽ ഭ്രാന്ത് എനിക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ. Oh. I loved it. The 80s ka time it's at that time of the movie. Because that the Absolutely, houses absolutely. and every looks like that, of course. But this family has a curse, like the maids they got mad and everything. But I like the part of where each and that rangoli and It looks everything. so It's good, so yeah. look good So they and have to do this ritual every time so rituals. that they don't get the Curse. curse. But now Yeah. the smaller brother is not interested. So this is just a start introduction of the movie and the characters, of course. So let's wait for more, guys. Meanwhile, do like, Subscribe, share, comment. click on the bell icon.